ഈ വിനീതനായ ഞാൻ തന്നെ ഇവിടേക്ക് വന്നതും സംസാരിച്ചതും പ്രസംഗിച്ചതൊക്കെ അവിടുത്തെ മദത, അവിടുത്തെ പൊരുത്താണ്, അവിടുത്തെ കറാമത്ത. ഞാൻ പറയട്ടെ, കഴിഞ്ഞ റമദാനിലൊക്കെ രോഗം പിടിച്ച് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കിടന്ന ഒരു സമയം, 2 കിഡ്നിയും 100% ഫെയിലായിക്കൊണ്ട് ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്തുകൊണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ റമദാൻ. അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ആ നിലക്ക് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം, സ്വന്തമായി നടക്കാൻ കഴിയുന്നില്ല, 2 ആളുകൾ താങ്ങിപ്പിടിച്ചു തരണം, ബാത്റൂമിലേക്ക് പോവാൻ കഴിയുന്നില്ല, അതേപോലെ തന്നെ സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ഛർദിച്ചു പോകുന്നു. അങ്ങനെ പാടുപെട്ട ഒരു സമയത്ത് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു വീൽ ചെയർ വേണം, അത് ഉന്താൻ ആള് വേണം. കാരണം നടന്ന് പോകുമ്പോഴേക്ക് തല മിന്നുകയാ, ഒരു കസേരയിൽ ശരിക്ക് നിവർന്നിരിക്കുമ്പോഴേക്ക് തല മിന്നുന്നു, ശ്വാസതടസ്സം വരുന്നു. ആ രൂപത്തിൽ ഇനി അങ്ങോട്ട് എന്തു ചെയ്യും റബ്ബേ, ഇനി വലിയ കാലമൊന്നും ജീവിതത്തിൽ ഇല്ലേ എന്ന് ചിന്തിച്ചു പോയൊരു സമയത്ത് പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഒരിക്കൽ എൻ്റെ സുഹൃത്ത് റബീഉ മുഈനി, അതേപോലെ തന്നെ സിനാൻ അമീനി, എൻ്റെ 2 പ്രിയപ്പെട്ട കൂട്ടുകാരോടുകൂടെ ശൈഖുനാന്റെ ഹദ്റത്തിലേക്കന്ന് വന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവർ വാഹനത്തിൽ ഇറക്കി താങ്ങി പിടിച്ചു കൊണ്ടുവന്നു, അവിടെ ഇരുത്തി. ശൈഖുനാന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ കറാമത്തെന്ന് പറയട്ടെ, പരിശുദ്ധ റമദാൻ കഴിയുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തോ ഒരു മാറ്റം. ഡോക്ടർമാരെ മരുന്നിന്റെ പവർ അല്ല പ്രിയപ്പെട്ടവരെ, വലിയ മാറ്റം. അതിനിടക്ക് തന്നെ ഒരു ദിവസം ഷുഗർ കൂടി, 1200-ലേറെ ഷുഗർ കയറി. കോഴിക്കോട് ഇഖ്റ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരൊക്കെ അത്ഭുതപ്പെട്ടു, എന്നോട് ചോദിച്ചു പലരും, 1200-ലപ്പുറം കയറിയ ഷുഗർ ഇതെങ്ങനെ സംഭവിച്ചു ഉസ്താദെ? അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത അത്ഭുതം. ഡോക്ടർമാർക്ക് ഇപ്പോഴും ഇതിൻ്റെ കാരണം വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവർ. പക്ഷേ ഞാൻ പറയട്ടെ, ശൈഖുനയുടെ ചാരത്ത് ചെന്നു വന്നു നിന്നുകൊണ്ടങ്ങ് ദുആ ചെയ്ത സമയത്ത് സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ റമദാൻ കഴിഞ്ഞു. 12-മത്തതോ അതല്ലെങ്കിൽ 13-മത്തതോ ദിവസം എന്തോ ഒരത്ഭുതം സംഭവിച്ചതുപോലെ എഴുന്നേൽക്കാൻ സാധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അവിടുന്ന് എഴുന്നേൽക്കാൻ സാധിക്കുന്നു. എന്നിട്ടതാ സുബ്ഹാനല്ലാഹ്, ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ജീലാനി ഉസ്താദ്, മൻസൂർ സഖാഫി ഉസ്താദിൻ്റെ ദർസിലേക്ക് ഉസ്താദ് എന്നെ വിളിക്കുന്നു. ഇവിടെ വന്നോ, എൻ്റെ കീഴിൽ അസിസ്റ്റന്റ് മുദരിസായി, 2ാം മുദരിസായി സേവനം ചെയ്തോ എന്ന് ഉസ്താദ് പറഞ്ഞ ആ ഒരൊറ്റ വാക്ക്. അങ്ങനെ അൽഹംദുലില്ലാഹ്, ഉസ്താദുമാരുടെ ദുആ കൊണ്ട്, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ എപ്പോഴുമുള്ള ദുആ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാരുടെ ദുആ, സയ്യിദന്മാര്, ആലിമീങ്ങള്, അവരൊക്കെ വീടുകളിലെത്തി അവരൊക്കെ ദുആ ചെയ്ത കാരണം കൊണ്ട് എഴുന്നേറ്റു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 1 വർഷത്തോളം ദർസ് നടത്താൻ സാധിച്ചു. 30 കുട്ടികൾ നമ്മുടെ ദർസിലുണ്ട്. 10ഓളം വിദ്യാർത്ഥികൾ കോളേജിലേക്ക് പോയി. ഇപ്പോഴും ഇനിയും ദർസ് നടത്താൻ സാധിക്കണം. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. മരണം വരെ കിതാബും ദർസും ഇൽമുമായി ബന്ധപ്പെടാൻ കഴിയണം. നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യുക. 2 കിഡ്നിയും വീക്കാണെങ്കിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നല്ല റാഹത്തിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നുണ്ട്. 4-5 നേരം ഇൻസുലിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊന്നും ഒരു പ്രയാസമല്ല. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. മഹാന്മാരെ മദത് നമുക്ക് ലഭിച്ചു കിട്ടണം. അതേപോലെ തന്നെ ഇടത് കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് തിരിച്ചു കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യുക. ഖൈറാണെങ്കിൽ ഇപ്പം അത് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ വലത് കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരോടും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ തീർത്തു തരട്ടെ, നമ്മുടെ പ്രതിസന്ധികൾ അള്ളാഹു തീർത്തു തരട്ടെ.